അപ്പോൾ ഗായ്സ് ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഏകദേശം 7:20 ഞാൻ ശരിക്കും ആറ് മണിക്ക് എന്നും എണീക്കാൻ വെച്ച് ഇന്ന് അലാറൊക്കെ വെച്ചിരുന്നു. തണുപ്പ് പറഞ്ഞാൽ എണീക്കാൻ കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ട് എണീക്കാൻ കഴിയുന്നു തോന്നുന്നില്ല. അപ്പോൾ 7:20 അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണാൻ മതി. കുറേ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണ് മനസ്സിലാവും. ഇവിടെ മരമൊക്കെ വെട്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വെട്ടിയിട്ടല്ല, അതിൻ്റെ ഇതൊക്കെ ഇലയൊക്കെ പോയിട്ടുണ്ട്. അതിനോട് നല്ല വെളിച്ചം അങ്ങോട്ട് അടിക്കുന്നുണ്ട്. നല്ല വെയിലും ഉണ്ടാവും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകണം. സ്കൂളിലേക്ക് പോകാനുള്ള റെഡി ആവണം. എന്തായാലും ആ പരിപാടിയൊക്കെ 6 മണിക്ക് എണീക്കാനുള്ള പ്ലാനുണ്ട്. ഞാൻ മാറ്റണം. ഇനി നൈറ്റിൽ ഇരിക്കാനേ കഴിയുള്ളൂ പഠിക്കാൻ, വേറെ ഒന്നും കഴിയില്ല. എന്തായാലും പരിപാടിയൊക്കെ. അപ്പോൾ കൈസ് ഏകദേശം 8:30 ആവാനായിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാഗ് പാക്ക് ചെയ്യാണ്ട് ഞങ്ങൾ കുറേ ഉണ്ടെന്ന്. വേറെ ഒന്നുമില്ല, ആകെ ഒരു ബുക്കേ ഉള്ളൂ. ഞാൻ ടൈം ടേബിൾ നോക്കിയാട്ടെ. ടൈം ടേബിൾ നോക്കിയപ്പോഴാണ് 5 പീരീഡ് ഉണ്ട്. മാത്സ് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഉണ്ട്. മാത്സ് ആണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് 2 പീരീഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരു ബുക്കുള്ളൂ എല്ലാത്തിനും കൂടി. ഇതെന്ന് പറഞ്ഞാൽ ഇതേതാ ബുക്ക് എന്ന് കാണിച്ചു തരാം. കെമിസ്ട്രി പക്ഷേ ഓൾറൗണ്ടറാണ്, ആൾ ഇൻ വൺ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് കുറച്ച് എഴുതിന്. പിന്നെ ഹിന്ദിക്ക് ഇംഗ്ലീഷിന് എനിക്ക് നോട്ടേ ഇല്ല. ബാക്കിയിൽ എനിക്ക് നോട്ടുണ്ട്, പക്ഷേ ഞാൻ എടുക്കില്ല. അത് കെമിസ്ട്രി തന്നെ. ഇത് കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ എന്തൊക്കെയുണ്ട്, ഇത് ഫുള്ള് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോട്ടേക്കുള്ളൂ. ഇനിയിപ്പോൾ മാത്സിൻ്റെ പ്രാക്ടിക്കലിനൊരു ബുക്കുണ്ട്, അതും കൂടി ഇട്ടാൽ കഴിഞ്ഞു. പിന്നെ ഒരു കൊടയും കൂടി ഉള്ളൂ. പിന്നെ ഇന്ന് ചോറും കൊണ്ടുപോകില്ല, ചോറ് അവിടെ നിന്ന് വാങ്ങണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ പാക്ക് ചെയ്തിട്ട് കാണാം. വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 8 ഏകദേശം 9 മണിക്കാണ് പ്ലസ് വണ്ണുകാർക്കും പ്ലസ് ടുക്കാർക്കും ക്ലാസ് തുടങ്ങുക. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 8:30 പോകത്തേക്ക് 8:25 ബസ്. അതെന്ന് പറഞ്ഞാൽ മരത്തിരക്കാരുണ്ടെങ്കിൽ വാർത്തയിലൊക്കെ വന്നിരുന്നു. അനുഗ്രഹം എന്നാണ് പേര്. വാർത്തയിലൊക്കെ വന്നത് അത്രയും തിരക്കായിട്ട് 2 ആൾക്കാർ കോണിമേലൊക്കെ പിടിച്ച് പോയിട്ട് ആരാ ഫോട്ടോ എടുത്ത് വാർത്തയിലൊക്കെ കൊടുത്ത്. പത്രത്തിൽ എവിടെയൊന്നും വന്നിരുന്നു. ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല. ഞാൻ ഇപ്പോൾ എത്താൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 മണിൻ്റെ ബസ്സിലാണ്. 9:30 സ്കൂളിലെത്തുക. സാറെ വിളിച്ച് പറഞ്ഞാണ് ഇനി ഒരു പേപ്പർ വാങ്ങിയിട്ട് എഴുതി കൊടുക്കണം. എന്നും 9 മണിൻ്റെ ബസ്സിലേ പോയുള്ളൂ. എല്ലാതും ഇപ്പോൾ ആ തിരക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചത്ത് പോവും. അജാതി തിരക്കാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പോൾ ബാഗ് പാക്ക് ചെയ്തിട്ട് പോകാനതിന് 8:45 പോകണം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഗൈസ് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഒരു പാസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒരു തൊപ്പി. പിന്നെ മാത്സിൻ്റെ പ്രാക്ടിക്കൽ. ഇതെല്ലാവർക്കും അറിയാൻ മതിയാവും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. മാത്തമാറ്റിക്സ് പ്ലാനർ എന്നൊക്കെ വന്നിട്ട് അതും പിന്നെ ഒരു ബുക്കുള്ളൂ, ഇതുള്ളൂ. അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോട്ടെ. ഇവിടത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത്രയും മലങ്കോലമാണ്. മുട്ടേൻ്റെ തോല കൂടുതലുണ്ട്. എന്തായാലും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോട്ടെ. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? 8:45 ഞാൻ ഇറങ്ങാം. എന്തായാലും ഇവിടെ നിർത്തി. ഇനി എന്തായാലും സ്കൂളിൽ പോയി വന്നിട്ട് കാണാം. വൈകുന്നേരം ആവും. എന്തായാലും ഒന്ന് ഉച്ചയ്ക്ക് വിട്ടൊന്നുമില്ല, ഉറപ്പായിട്ടും വിടില്ല. അത് വേറെ കാര്യം, മഴയില്ല ഇപ്പം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല. വൈകുന്നേരം ആവും. അപ്പോൾ എന്തായാലും അപ്പോൾ കാണാം. ഇപ്പോൾ ഏകദേശം 5 മണിയാവും. 4:45 അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് നേരത്തെ ഇട്ടു. 4 മണിക്കേറ്റ് വിട്ട്. അപ്പോൾ 4 മണീൻ്റെ ബസ് കിട്ടി. 4:45 എത്തി. ഒരു പപ്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയതാണ്. വരുന്നേക്ക് ഇടം വരെ നോക്കിയില്ല. വാങ്ങിയൊരു പപ്സ് ഇതാണ്. ഒരു കഷ്ണം ഞാൻ കടിച്ച് എഴുതാനിട്ടാണ്. എന്തായാലും ഇതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്നും ചെയ്യാനില്ല, എക്സസൈസ് ഒന്നും ചെയ്യില്ല, നടപടിയല്ല. എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മാറ്റി ഒരു 7 മണിക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്തായാലും രാവിലെ എണീക്കാൻ എത്തേണ്ട, രാത്രി ഒരു 1 മണി വരെ ഇരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നേരെ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 7 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാൻ കഴിയും സൂര്യാസ്തമയമാണ്. കാണാം അവിടെ ചോന്നിട്ട് നല്ല വൈബാണ് കേട്ടോ. കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ നല്ല പോലെക്ക് കാണായിരുന്നു. ഇപ്പോൾ വലുതായിട്ടൊന്നും കാണില്ല. എന്നാലും ഇപ്പോൾ ഏകദേശം 7 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ പഠിത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. എൻ്റെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് റിവൈസ് ചെയ്യാണ്ടിരുന്നു. കുറച്ച് ഇന്നലെ പഠിച്ചതൊക്കെ, ഇന്നലെ അധികം പഠിച്ചില്ല, എന്നാലും അതൊക്കെ റിവൈസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാമെന്നാണ്. എന്തായാലും 8:30 ചോറുന്നാൻ പോകണം. 8:30 ഒരു 1/2 മണിക്കൂർ റെസ്റ്റ്, അല്ല 1/2 ഒരു 3/4 മണിക്കൂർ റെസ്റ്റ്, പിന്നെ അവിടെ 1 മണി വരെ പഠിക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്തായാലും നമ്മൾ തുടങ്ങിയാലോ അങ്ങോട്ട്. ഫിസിക്സാണ് ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സിലേതാ തുടങ്ങാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2nd ചാപ്റ്റർ ആയിട്ടുള്ളതാണ് തുടങ്ങാൻ പോകുന്നത് ഫിസിക്സ്. അതിൽ ആദ്യം തന്നെ കുറച്ച് റിവൈസ് ചെയ്യാണ്ട് ഇന്നലെ അടുത്തൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ പറയാം. റിവൈസ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കില്ല, എന്തായാലും ഹൈപ്പർ ലാബ്സിൽ എടുക്കില്ല. അതൊന്നും കഴിഞ്ഞാട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 7:05 ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ റിവൈസ് ചെയ്തിട്ട് കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളൂ. അധികം മനസ്സിലായില്ല, എന്താ അറിയില്ല. ക്ലാസ് കാണുമ്പോൾ എല്ലാം മനസ്സിലായിരുന്നു. ഇപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ അധികം മനസ്സിലായില്ല. എന്തായാലും പാർട്ട് 3 ആണ് കാണാൻ പോകുന്നത്.
AD സാറാണ് എടുക്കുന്നത് സൈലത്തിലെ. അപ്പം എന്തായാലും കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 8:55 9 മണി ആവാനായിട്ടുണ്ട്. ഇനി ഏകദേശം ബാക്കി എത്ര മിനിറ്റ് ഉണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാം. 48 മിനിറ്റോളം ബാക്കിയുണ്ട്. ഞാൻ അത്യാവശ്യം എനിക്ക് കുറേ പഠിച്ചു, പിന്നീട് മറന്നു. അപ്പോൾ പിന്നെ ബാക്ക് അടിച്ച് കാണും. അങ്ങനെയാണെങ്കിൽ പിന്നെ നോട്ട് എഴുതണം. അങ്ങനെ കുറച്ചൊക്കെ നോട്ട് എഴുതി അങ്ങനെ വന്നപ്പോഴത്തിന് 9 മണി ആവാനായി. ഇപ്പം ഇനി ചോറ് തിന്നാൻ പോകണതാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഒരു 3/4 മണിക്കൂർ ബ്രേക്ക്. 3/4 മണിക്കൂറൊന്നും വേണ്ട, ഒരു 35 ആകുമ്പോഴത്തേന് നമ്മൾ എന്തായാലും തുടങ്ങും എന്നുള്ള വിശ്വാസത്തിൽ ഇസ്മി അനന്തു എന്തായാലും ബ്രേക്കാണ്. ഇപ്പോൾ ഏകദേശം 9:45 കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം വൈകി, 35 മിനിറ്റ് 3/4 10 മിനിറ്റ് കഴിഞ്ഞു. എന്തായാലും ഇനി ക്ലാസ് കാണാൻ പോണേണ്. അപ്പോൾ പിന്നെന്താ നേരെ തുടങ്ങണേണ്. ട്രോഫി അതാ അവിടെ തന്നെ ഉണ്ട്. അത് പേര് മാറ്റാൻ സാറ് പറഞ്ഞു. സാറ് അങ്ങോട്ട് ചെന്നാൽ മതി പറഞ്ഞ് അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. എന്തായാലും കൊണ്ടുപോകണം നാളെയൊക്കെ. എന്തായാലും അപ്പോൾ തുടങ്ങണേണ്. അതിൻ്റെ ഇടയിൽ ഫോണൊന്നും നിലത്ത് വീണു. ഞാൻ ഇവിടെ വെച്ചപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഹൈപ്പർ ലെസ് ഓഫാക്കി തന്നെ. ഇവിടെ വെച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് സ്റ്റാൻഡിന് മുകളിൽ വെച്ചിരുന്നു. സ്റ്റാൻഡ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ കയറി കളിച്ചിട്ട് അത് നിലത്തിക്കേണ്ടി വീണ്. ഫോണിനൊന്നും പറ്റില്ല, കാര്യമായിട്ടൊന്നും പറ്റില്ല. സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം അതിനോട് ഞാൻ പോക്കാൻ. ഇനിയിപ്പോൾ ഇവിടെ ഹൈപ്പർ ലാബ്സ് വെക്കണം. ഫുൾ അലങ്കോലായി കിടക്കണതാണ്. എന്തായാലും തുടങ്ങട്ടെ പഠിക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 12 കാലമായിട്ടുണ്ട്. അതിൻ്റെ മുന്നൊരു സീൻ കിട്ടി ചെറുതായിട്ട്. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു. ഞാൻ തൂങ്ങിയിരുന്നു. വീഡിയോയിൽ കാണണ്ടോ അറിയില്ല. ഞാൻ ഹൈപ്പർ ലാബ്സിൽ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി തൂങ്ങിയിരുന്നു. അതിനോട് തന്നെ ഞാൻ പോയി ചാടി കിടന്നുറങ്ങി കുറച്ച് നേരം. പിന്നെ അലാറം വെച്ച് നീറ്റാണ് 12 മണിക്ക്. അതല്ല, അലാറം വെച്ചിട്ട് ഫോണിൽ അലാറം വെച്ച് നീറ്റ് 12 മണിക്ക്. ഇപ്പോൾ അല്ല 12 മണിക്കല്ല, 12 കുറച്ച് നേരം മുന്നേ ക്ലാസ് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ ഒരു 11:45 എണീറ്റാണ് ഇപ്പോൾ. എന്നിട്ട് ഇത് മൊത്തം റിവൈസ് ചെയ്തു, എടുത്തത് മൊത്തം റിവൈസ് ചെയ്തു. ഒരുമാതിരി ഉറക്കം, എജ്ജാതി ഉറക്കം. രാവിലെ എണീക്കാനും കഴിയില്ല, രാത്രി തൊട്ട് പഠിക്കാനും കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. എന്തിട്ടാവട്ടെ, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇനിയിപ്പോൾ ഒന്നും പഠിക്കാൻ ഇപ്പോൾ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നിർത്തണമാണ് ഇന്നത്തെ വീഡിയോ. ഇന്നൊരു സ്റ്റഡി ബ്ലോഗായിരുന്നു സ്കൂളിലത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പം ശുഭദിനം.